വളരെ ചുരുക്കം കാലം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു നടിയാണ് നസ്രിയ നസീം. സൂപ്പർ താരമായ ഫഹദ് ഫാസിലിന്റെ ഭാര്യ കൂടിയാണ് താരം. നടിയുടെ ലാസ്റ്റിൽ ഇറങ്ങിയ ഒരു ചിത്രമാണ് സൂക്ഷ്മദർശിനി. എന്നാൽ ഇപ്പോഴിതാ നസ്രിയയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് തന്റെ അസാന്നിധ്യത്തെക്കുറിച്ച് ഒരു വിശദീകരണവുമായിട്ട് എത്തിയിരിക്കുകയാണ് താരം. ഇൻസ്റ്റാഗ്രാമിലെ കുറിപ്പിലൂടെയാണ് താരം എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ അസാന്നിധ്യം മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് നസ്രിയയുടെ പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. അതിനിടെ തന്നെയാണ് കഴിഞ്ഞ നവംബറിൽ പുറത്തിറങ്ങിയ ഈ ഒരു സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത് നസ്രിയയുടെ ലാസ്റ്റ് ഫിലിമായിരുന്നു. ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് താരം സജീവമായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും 4.5 മാസങ്ങൾക്ക് മുൻപാണ് താരം ഏറ്റവും അവസാനമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്റെ ഒരു ലാസ്റ്റ് പോസ്റ്റ് പങ്കുവച്ചത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാൻ വൈകാരികവും വ്യക്തിപരവുമായ വെല്ലുവിളികളോട് മല്ലിടുകയായിരുന്നു. എന്റെ 30ാം പിറന്നാൾ ആഘോഷം, പുതുവർഷ ആഘോഷം, സൂക്ഷ്മദർശിനിയുടെ വിജയാഘോഷം, ഇതടക്കം പ്രധാനപ്പെട്ട നിമിഷങ്ങൾ എനിക്ക് മിസ്സായി. എന്തുകൊണ്ടാണ് എനിക്ക് പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്ന് വിശദീകരിക്കാൻ കഴിയാതിരുന്നതിലും ഫോൺ എടുക്കാതിരുന്നതിലും മെസ്സേജുകൾക്ക് മറുപടി നൽകാതിരുന്നതിലും ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ഖേദം പ്രകടിപ്പിക്കുന്നു. ഞാൻ കാരണമുണ്ടായ ആശങ്കകൾക്കും അസൗകര്യങ്ങൾക്കും ക്ഷമ ചോദിക്കുന്നു. ജോലിക്കായി എന്നെ സമീപിക്കാൻ ശ്രമിച്ച എല്ലാ സഹപ്രവർത്തകരോടും ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. എന്റെ അസാന്നിധ്യം കൊണ്ടുണ്ടായ തടസ്സങ്ങളിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇന്നലെ എനിക്ക് മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അംഗീകാരത്തിന് നന്ദി. മറ്റ് ജേതാക്കൾക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്കും അഭിനന്ദനങ്ങൾ. ഇതൊരു ദുഷ്കരമായ യാത്രയാണ്. ഞാൻ സുഖം പ്രാപിച്ചു വരുന്നതായും ഓരോ ദിവസവും മെച്ചപ്പെട്ടു വരുന്നതായും നിങ്ങളെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് എന്നെ മനസ്സിലാക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും നന്ദി. പൂർണ്ണമായും എനിക്ക് തിരിച്ചു വരാൻ കുറച്ചു സമയം വേണ്ടി വന്നേക്കാം. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പു പറയാം, ഞാൻ വീണ്ടെടുക്കലിന്റെ പാതയിലാണ്. ഇങ്ങനെ അപ്രത്യക്ഷമായതിൽ എനിക്ക് എന്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ആരാധകരോടും വിശദീകരണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കുറിപ്പ്. എന്തുകൊണ്ടാണ് നസ്രിയ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത്? ശരിക്കും പറഞ്ഞാൽ ആരാധകർക്ക് ഭയങ്കര ആശങ്കയാണ്. ഒരുപാട് വർഷമായി ഇവരുടെ മാരേജ് കഴിഞ്ഞിട്ട് തന്നെ. അപ്പൊ കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിന്റെ വിഷമം ഇവർക്ക് നന്നായിട്ടുണ്ട്. അപ്പം ശരിക്കും ഒരു പോസ്റ്റ് വന്നപ്പോഴത്തേക്ക് ആരാധകർ പല രീതിയിലുള്ള ആശങ്ക അവരുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. Please don't announce a divorce like other celebrities do. I got so worried when I saw your note. I thought it was a divorce announcement. Thank goodness, it turned out to be something positive. I was reading it with so much concern thinking, oh no, not another one. God bless you and come back soon. ശരിക്കും നസ്രിയയുടെ പോസ്റ്റ് കണ്ടപ്പം ഏറ്റവും ആദ്യം എല്ലാവർക്കും തോന്നിയത് ഡിവോഴ്സിന്റെ അനൗൺസ്മെന്റ് ആണോ എന്നുള്ളത്. അപ്പം അത് അല്ലല്ലോ എന്നുള്ള ഒരു ആശങ്ക, അതായത് അതിൽ ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ആരാധക കമന്റ് ഇട്ടത്. മറ്റൊരാൾ വിചാരിച്ചത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ അനൗൺസ്മെന്റ് ആണെന്ന്. ദ വേ ഷീ സ്റ്റാർട്ടഡ് ദ പോസ്റ്റ് ഐ ജെന്യുവൻലി തോട്ട് ഷീ വാസ് റിവീലിംഗ് എ പ്രഗ്നൻസി. ഹു എൽസ് തോട്ട് ദ സെയിം? പ്രഗ്നൻസി അനൗൺസ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു ആരാധിക കമന്റ് ഇട്ടത്. ഒരു നിമിഷം പേടിച്ചു പോയി നച്ചു, രംഗണ്ണൻ ഹാപ്പി അല്ലേ, അത് മതി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പോസ്റ്റ് കണ്ടപ്പം ഒരു നിമിഷത്തേക്കെങ്കിലും എല്ലാവരും പേടിച്ചു പോയി, ഇനി ഡിവോഴ്സ് അനൗൺസ്മെന്റ് ആണോ എന്നുള്ളത്. പൊതുവെ എല്ലാ സെലിബ്രിറ്റീസിലും നമ്മൾ ഇത്തരത്തിലൊരു വോയിസ് നോട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ കാണുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇത്തരം വാർത്തകൾ തന്നെയായിരുന്നു. ഈ ഫഹദ് നസ്രിയ ജോഡിയെ ഒരിക്കലും പിരിയാൻ ഒരു ആരാധകർ അല്ലെങ്കിൽ ഒരു മലയാളികളും ആഗ്രഹിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു കാരണം ആ ഒരു കുടുംബത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ തന്നെയാണ് എല്ലാ മലയാളികളും. ഈ ഒരു പോസ്റ്റ് വന്നതോടുകൂടി തന്നെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. എന്താണ് യഥാർത്ഥ കാരണം എന്ന് പറയുന്നത്? ഇത് കാര്യം മനസ്സിലായിട്ടുണ്ട്. പുള്ളിക്കാരി നല്ല ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു കാരണം തന്നെയാണ്. അപ്പം എന്തായാലും പുള്ളിക്കാരി അതെല്ലാം വീണ്ടെടുത്ത് തിരിച്ച് പോസിറ്റീവോട് തന്നെ തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. 4.5 മാസത്തോളം ഈ ഒരു സോഷ്യൽ മീഡിയ പേജുകളിൽ അക്കൗണ്ടുകളിൽ നിന്നൊക്കെ മാറി നിന്നുള്ള അവസ്ഥ വീണ്ടും ആ ഒരു എനർജി ലെവലിൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമ്മുടെ നസ്രിയ പറയുന്നത് തന്നെ.